ശ്രീ മൈക്കിൾ ബാസ്റ്റിൻ, ഞങ്ങൾ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ റിയ ഉൾപ്പെടെ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഒരിടത്ത് പോലും ഈ മീറ്റർ ഓണാക്കിയിട്ടില്ല. തോന്നുംപടിയാണ് പൈസ ചോദിക്കുന്നത്. അതായത് 30 രൂപയ്ക്ക് ഒരു ശരാശരിയുള്ള ഓട്ടോവും ശരാശരിയുള്ള കിലോമീറ്ററിനും 50 രൂപ ഈടാക്കിയാണ്. അപ്പോൾ എത്ര പേരെയാണ് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ശരിയാണോ ശ്രീ മൈക്കിൾ ബാസ്റ്റിൻ? പറഞ്ഞതിൽ ഏറെക്കുറെ സത്യമാണ്. എങ്കിൽ തന്നെയും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വ്യാപകമായിട്ടുള്ള ഈ മീറ്റർ ഇടാതെ ഓടുന്ന രീതിയില്ല. എങ്കിൽ തന്നെയും കുറച്ച് ഒരു 5% ആൾക്കാർ മീറ്റർ ഇടാതെ ഓടുന്ന സംവിധാനങ്ങളുണ്ട്. ATC സംബന്ധിച്ച് ATC യൂണിയനിലുള്ള മിക്ക 90% തൊഴിലാളികളും അത് അച്ചടക്കത്തോടെ നീതിയുടെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവരായതുകൊണ്ട് ആ തരത്തിലുള്ള തൊഴിലാളികളൊന്നും മീറ്റർ ഇടാതെ അമിത കൂലി വാങ്ങിക്കുന്നവരുമല്ല. അങ്ങനെ അമിത കൂലി വാങ്ങിക്കുന്നവരെ ആ യൂണിയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംരക്ഷിക്കുകയില്ല. പൊതുജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഇറക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷയിൽ കയറുന്നവർ പലതരത്തിലും സാധാരണപ്പെട്ടവരാണ് ആ ഓട്ടോറിക്ഷയിൽ കയറുന്നത്, അല്ലാതെ കാശുള്ളവരൊന്നുമല്ല. ഇന്ന് ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ ഏറെക്കുറെ ഉള്ള കാലഘട്ടമാണിത്. അപ്പം മൈക്കിൾ ബാസ്റ്റിൻ, നമ്മൾ അറിയാമല്ലോ, എല്ലാവരെ കുറിച്ചും അല്ല പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ചൂഷണം അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടിയാൽ 10-20 കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുടെ ഇത് കിട്ടിയാൽ അടുത്ത ആളുടെ കിട്ടിയാൽ അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ നഗരത്തിലേക്ക് പല കാര്യങ്ങൾക്കായിരിക്കും പെട്ടെന്ന് വന്ന് പല വാഹനങ്ങളിലൊക്കെ ബസ്സിലൊക്കെ വന്ന് വരുന്ന ആളുകൾ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ പല അവസ്ഥയിലേക്കും ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്കൊരു ആശ്രയം എന്നത് നിങ്ങളായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സൗഹൃദമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകണം. അത് പലരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതോടെ തിരുവനന്തപുരത്ത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം നമ്മുടെ സഹോദരങ്ങളാണല്ലോ ഓട്ടോ ഡ്രൈവർമാർ. നല്ല ഒരുപാട് ഇടപെടലുകളൊക്കെ നടത്തുന്ന നല്ല ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഒരാൾക്കിങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ യൂണിയന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നിരീക്ഷണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടപെടൽ സാധ്യമായ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ശ്രീ മൈക്കിൾ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇടപെടലുകളുണ്ട്. ഞങ്ങൾ മാസം തോറും ചെറിയൊരു ബോധവൽക്കരണം പോലെ ക്ലാസ് സംഘടിപ്പിച്ച് അവരാ കമ്മിറ്റിയിൽ കൊണ്ടുവന്നിരുത്തി അവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തണം. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനം, അമിത കൂലി വാങ്ങിക്കരുത് എന്ന് ഏകദേശമുള്ള തൊഴിലാളികളും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വിഭാഗം ആൾക്കാർ അതിൽ ഒന്നും പെടാതെ, ഒരു യൂണിയനിലും പെടാതെ, ഒരു സ്റ്റാൻഡിലും കയറാതെ ഇങ്ങനെ കറങ്ങി ഓടുന്ന കുറച്ച് വിഭാഗം ഓട്ടോറിക്ഷകളുണ്ട്. അവരിലാണ് ഈ കൂടുതലും ഈ അമിത കൂലി വാങ്ങിക്കുന്നതും ഈ കയറുന്നവരടുത്ത് അസഭ്യമായിട്ടുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അത് സംഘടനയ്ക്കകത്ത് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചോദ്യം ചെയ്യേണ്ടത് പോലീസും മറ്റു ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ഇടയിലും വന്നിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലും വന്നിട്ടുണ്ട്, RTOയിലും വന്നിട്ടുണ്ട്. നിരവധി പരാതികളൊന്നും RTO ഓഫീസിലും ഞങ്ങൾ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഈ സംവിധാനത്തിന് ഒരു മാറ്റം വരണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിലും പല ഉദ്യോഗസ്ഥരുടെ ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂണിയൻ എന്നുള്ള നിലയ്ക്ക്. ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഒരു 4-5 കൊല്ലം 6-7 കൊല്ലത്തിന് മുമ്പേ പ്രീപെയ്ഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രീപെയ്ഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം. പൊതുജനങ്ങളുടെ പരാതി ഏറെക്കുറെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംവിധാനം ട്രാഫിക് അഡ്വൈസിങ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും നഗരസഭ മേയറും എല്ലാം ചേർന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രീപെയ്ഡുകൾ പലതരത്തിലും ഉള്ള പ്രീപെയ്ഡ് പല ജംഗ്ഷനിലും ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ ആ പ്രീപെയ്ഡിൻ്റെ അവസ്ഥ ഇപ്പം വളരെ ദയനീയമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്നവർക്ക് 6,000 രൂപയോളം ശമ്പളമേ ഉള്ളൂ. നിരവധി പേര് വരുന്നില്ല, കൗണ്ടർ പൂട്ടിയിടുകയാണ്. നിരവധി പ്രാവശ്യം ACയെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അവർക്ക് ഈ ശമ്പളത്തിന് വരാൻ ആളില്ല എന്നാണ് പറഞ്ഞത്. ആ സംവിധാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം വളരെയധികം പരാതികളില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വ്യാപകമായി കൗണ്ടർ പൂട്ടിയിടുക, തൊഴിലാളികൾക്ക് യഥേഷ്ടം തോന്നുന്ന റേറ്റാണ് പറഞ്ഞു പോകുന്നത്. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആ ഒരു സംവിധാനത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കറക്റ്റായിട്ട്. മീറ്റർ അടിക്കേണ്ട കാര്യമില്ല. പ്രീപെയ്ഡിൽ നിന്ന് ബില്ലടിച്ച് കഴിയുമ്പോൾ ആ ബില്ലിൽ എമൗണ്ടും സ്ഥലവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി ഇറങ്ങുന്ന ആൾക്ക് പൈസ കൊടുത്തിട്ടങ്ങ് പോകാം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ പാടെ കാര്യക്ഷമമല്ലാതെ പ്രവർത്തിച്ച് കിടക്കുകയാണ്.
2 ദിവസം തുറക്കുമെങ്കിൽ 2 ദിവസം. ഈസ്റ്റ് ഫോർട്ടിൽ, ഗാന്ധി പാർക്കിൽ, കോട്ടയ്ക്കകത്ത് ഇതെല്ലാം ടൂറിസ്റ്റ് മേഖലകളിലായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പ്രീപെയ്ഡ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമാണ്. തമ്പാനൂരിൽ 3 പ്രീപെയ്ഡ് കൗണ്ടറുണ്ട്. റെയിൽവേക്കകത്തുണ്ട്, തമിഴ്നാട് സ്റ്റാൻഡിൻ്റെ അവിടെയുണ്ട്, മെയിൻ KSRTCയുടെ ഈ 3 പ്രീപെയ്ഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ശരി, മൈക്കിൾ ബാസ്റ്റിൻ, എന്തായാലും നിങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടായാലും ഒക്കെ തന്നെ ഇത്തരം ചൂഷകരെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം. കാരണം ഒരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, ഓരോരുത്തരും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ്. ആ വാഹനത്തിൽ നമുക്ക് നല്ല യാത്ര, നല്ല സമീപനം, നല്ലതുപോലെ തിരിച്ച് നമ്മൾ മടങ്ങുക, ഇതായിരിക്കണം നമ്മുടെ ഒരു ആപ്തവാക്യം.